Hi guys, welcome to our new vlog. നമ്മളെ പൊണ്ടാട്ടിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പോവാ ഗൈസ്. ഇപ്പൊ രാത്രി സമയത്ത് ഇപ്പൊ ഒരു 11 മണി ഉണ്ടാവും. 11 മണിക്കാ വ്ലോഗ് എടുക്കുന്നത്. അതെ, 2 ദിവസം കഴിഞ്ഞ 7th മന്തിന്റെ കൂട്ടിക്കൊണ്ടുപോകണ്ടല്ലോ, അതിന് പോവാ. പക്ഷെ അവൾ ഇവിടെ ഇപ്പൊ നിക്കുന്നത് കൂട്ടിക്കൊണ്ട് വരുന്ന വീട്ടിലാ. അതാ കോമഡി. ഇനിയിപ്പോ ഞാൻ ഇവളിന്റെ ഒപ്പം ഇവിടുന്ന് വന്നിട്ട് നാളിന്റെ വീട്ടിലേക്ക് വരും, അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അതിന് ഇവിടെ കുത്തിന് മൊയിലാഞ്ചി ഇടുന്നു. അതാണ് കോമഡിയാ. കൂട്ടിക്കൊണ്ടുപോവാൻ ആൾക്കാർ വരണല്ലോ, അതിന് ഇവളെ വീട്ടും ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഈ മൈലാഞ്ചി എന്തിനാ ഇടുന്ന അറിയോ? അവിടുന്ന് കൂട്ടിട്ട് ഇങ്ങോട്ട് വരില്ല, ഈ വീട്ടിലേക്ക് വരല്ലോ, അതിന് ഈ വീട്ടിൽ നിന്ന് മൈലാഞ്ചി ഇടാ. ചടങ്ങല്ലേ? മൈലാഞ്ചി ഇട്ട് സുന്ദരിയായി നിക്കാണ് ഗൈസ്. അപ്പൊ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്, പർച്ചേസ് ഉണ്ട്, പിന്നെ ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ലോഗ് തന്നെ നമ്മൾ എടുക്കൂലേ? നൈസ്. 2 ഓണം കേട്ടോ ഗൈസ്, എടുത്തും വരുത്തും. വേറെ ആരെക്കൊണ്ട് ഇടിപ്പിച്ചില്ല, എനിക്ക് സ്വന്തമായിട്ട് ഇടണമെന്ന്. അപ്പൊ നമ്മളെന്താക്കും, നമ്മൾ 2 ദിവസം കൊണ്ട് ഫുള്ള് പരിപാടിയാണ്. നമ്മൾ പർച്ചേസ് ഉണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സദ്യ വിളമ്പാ ഗൈസ് ഒരാള്. നല്ല വലിയ സദ്യ ഒന്നല്ലേ? വലിയ സദ്യ അല്ല, കുഞ്ഞി സദ്യ. ചെറിയ ചെറിയ വിഭവങ്ങളാണ്. എത്ര വായണ്ടറിയോ? ഇലല്ല കിട്ടാൻ ഒക്കെ കേറിപ്പോയി. ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ട്, പച്ചടി, പുളി, ചിക്കൻ, സാമ്പാർ, പപ്പടം. ചെറിയ ചെറിയ കുഞ്ഞി സദ്യ. ഒരു കുഞ്ഞി സദ്യ നമ്മളന്ന് ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന കൈസ്. ഇപ്പൊ നീ പോയി വെട്ടിക്കൊണ്ടുവന്ന അവിടുന്ന് എന്നിട്ട് കുഞ്ഞി ഇല വെട്ടി വന്നിട്ടതാ. ഇരിക്കാനാ? ഒരുമിച്ചിരിക്കാ? കഴിഞ്ഞോ? അതല്ലേ പറഞ്ഞ കുഞ്ഞി സദ്യയാണ്. ഇപ്പൊ സാമ്പാർ കൂടിയാണ്. സാമ്പാർ എടുക്കട്ടെ. ചോദിക്കണം നമ്മളിപ്രാവശ്യത്തെ ഫസ്റ്റ് സദ്യ കുഞ്ഞി സദ്യ. അതെ, മിനി സദ്യ. മിനി അല്ലേ? കണ്ടോ നമ്മളെ ഐറ്റംസ് ഒക്കെ മിനിയാണ്. ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ വരാൻ ഇഷ്ടപ്പെട്ട എല്ലാ സാധനവും ഉണ്ട്. പുളിയും കൂട്ടുകറിയും പിന്നെ സാമ്പാർ മൂന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ചിക്കൻ ഇഷ്ടല്ല, അതിൽ പെട്ടല്ലോ. ചിക്കനും കോമണായി മാറിയൊക്കെ. ചിക്കൻ അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ഇപ്പൊ സദ്യ ചിക്കൻ ഫ്രൈ ചോറിനോട്ടുന്ന ഭയങ്കര ടേസ്റ്റ് അല്ലെങ്കിലും. അപ്പൊ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മള് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങിയതല്ലേ ആഷിക? ആഷിക ഭയങ്കര സീരിയസ് ആയിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ചെറിയ ശ്വാസം മുട്ട് കൂടി, നമുക്കിപ്പോ ആഷിക്കാനൊന്ന് കൊറേ ദിവസം ആഷിക്കാക്ക് കാണിക്കാൻ പോവാൻ മടിയാ. ഇതിനിപ്പോ പിടിച്ച് കൂട്ടി കൊണ്ടുപോവാണ് ഗൈസ്. കാണിക്കുകയും പക്ഷെ ഇത് മാറുന്നില്ല അങ്ങോട്ട്. കൊറേ ട്രൈ ചെയ്ത് പല വഴികളും ചെയ്തു നോക്കി, എന്നിട്ട് അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ ലാസ്റ്റ് കാണിക്കലിലേക്ക് എത്തിയതാണ്. ഞാൻ പണ്ട് സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ ഉണ്ട്, ഒരു മറ്റേ പേര് സംഗീത. അപ്പൊ 30 കാണിച്ചാൽ എനിക്ക് അങ്ങ് മാറുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോവാണ് ഇപ്പൊ. അതെ, അപ്പൊ നമുക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യല്ലേ. അപ്പോൾ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഗൈസ്. ഇവിടെ എന്താ പറയുക, ഇപ്പൊ കോയമ്പട്ടൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ കൊണ്ടെടുക്കരാ, പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോ അതാണ് ഹെൽത്തി ഡയറ്റ്. നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് തൽക്കാണിയൊക്കെ ഉണ്ട് ഗൈസ്. അതില് ഫുൾ സാധനം വാങ്ങിച്ച് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ. രാവിലെ ഇറങ്ങിയതാണ്, ഇന്ന് ഡോക്ടറെ കാണിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങിയത്. പാക്കറ്റിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ്. ഫുൾ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങാം. ഇനി നേരെ നമ്മളെ വീട്ടിലേക്കല്ലേ? ടയർഡായി. നമ്മൾ എന്തൊരു ഫുഡ് ഐറ്റംസ് ഷെയർ ചെയ്താലും
അതിന് റെസിപ്പീസ് ചോദിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് അത് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. തേങ്ങ ചിരവാൻ മടിയായത് കൊണ്ട് നമ്മളിങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ചിരവാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൂന്തൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കിട്ടുകയാണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. അതിൻ്റെ മഷിക്കുപ്പിയും പേനയൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളി, പച്ചമുളക്, വെള്ളുള്ളി, മല്ലിച്ചപ്പ്, ഇഞ്ചി വേണം കേട്ടോ. ഏകദേശം ഒരു 9 കൂന്തൽ നിറയ്ക്കാൻ ഞാൻ ഒരു ഉള്ളി ആട്ടോ എടുത്തത്. ഇത് നമ്മൾ കൂന്തലിന്റെ ഫിൻസും അതേപോലെ തന്നെ തലന്റെ മുകളിലെ പോർഷനൊക്കെ മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. അത് നമ്മൾ മസാലയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേക ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതിന് വേണ്ടി ചെയ്തതാണ്. അത് നല്ലോണം പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റിന് ഉണ്ടാവും. അതിന് പച്ചമുളക് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് തേങ്ങ കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്തത്. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മസാലയൊക്കെ ആയിട്ട് നല്ലോണം പിടിച്ചതെന്ന് തോന്നുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തോ കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, മസാല റെഡിയായി. അപ്പൊ അങ്ങനെ എന്താ പറയാ, നമ്മളെ കൂന്തലിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുക. യെസ്, നമ്മള് മസാല റെഡിയായി. കൂന്തലോടെ കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം, ടൂത്ത് പിക്ക്. പിന്നല്ലേ ഇത് ഒരു ടൈമില് ഭയങ്കര ട്രെൻഡിങ് ആയി കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനം അല്ലേ. നമുക്ക് ടൗണിൽ കാലിക്കറ്റ് ഇതിന് ക്യൂ ഒക്കെ നിൽക്കുന്നു. ഒറ്റെണ്ണത്തിന് 150 100 ഇല്ല, 3 എണ്ണത്തിന് ചെറുത്, 3 ചെറുതിന് 100 പിന്നെ അല്ലല്ല, ഒറ്റതിന് 100 ഉണ്ട്. ഇനി ലാസ്റ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ക്യൂ ഒക്കെ നിൽക്കുന്നു, ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നു ഈ സാധനം വാങ്ങിക്കാനൊക്കെ വേണ്ടിട്ട്. അപ്പോ ഈ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പാർട്ടീഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിൽ നിറയ്ക്കാൻ തുടങ്ങാം. ഇത് ഇങ്ങനൊന്നും അല്ലടാന്ന് സംഭവം ഞാനിത് ചെയ്തിട്ടില്ല, ഇതൊക്കെ മമ്മിയാണ് ചെയ്യാറ്. ഇപ്പം ഇപ്രാവശ്യം ഞാനൊന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നല്ല മസാല കൊള്ളൂലേ ഓ യെസ്, മസാലയൊക്കെ കൊള്ളും. പൊരിച്ചെടുക്കില്ല ഇത് നല്ല കുത്തി നിറക്കിയത്, കാരണം ആവി നിറക്കുന്ന സമയത്ത് ഒന്ന് ചുരുങ്ങും, ഷ്രിങ്ക് ചെയ്യും. അപ്പൊ എന്താണ്, പൊട്ടിപ്പോവും. അതിനോണ്ട് ഒരു 3/4 വരെ നിറച്ചാൽ മതി, കുത്തി നിറയ്ക്കണ്ട. അതെ, എന്തായാലും കഴിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. ഈ സാധനം ഇങ്ങനെ കുത്താ ലോക്കാക്കല്ലേ, മസാല പുറത്തു പോകാണ്ടൊക്കെ വേണ്ടിട്ട്. ഇത്ര ഉള്ള പരിപാടി. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മൾ നിറച്ച് കഴിഞ്ഞു കേസ്. അപ്പൊ കുറച്ച് മസാല ഉണ്ട്, അത് നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അതെ, ഇപ്പൊ ഫുൾ ആക്കിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സക്സസ് ആണോ ഫ്ലോപ്പ് ആണോ എന്നുള്ള കഴിക്കുമ്പോൾ നോക്കാം. അതെ, നേരത്തെ നമ്മളെ കല്ലുമ്മക്കായ ഇപ്പൊ പൊരിച്ച് റെഡിയാക്കി, കല്ലുമ്മക്കായ അല്ല കേട്ടോ, കൂന്തൽ നിറച്ചത് പൊരിച്ച് സെറ്റാക്കി വെച്ചത് കണ്ടാ. നമ്മൾ നിറക്കുന്ന സമയത്ത് ഇത്ര വലിപ്പുണ്ടായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ ചെറുതായി പോയേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊന്നും കൂടി പോയിട്ടുണ്ട്, ഇതായിരിക്കും അവസ്ഥ, പൊട്ടിപ്പോവും. അപ്പൊ കുറച്ചേ നിറയ്ക്കാൻ പാടുള്ളൂ. അത് ചുരുങ്ങി പോന്ന മീറ്റ് വേവുന്ന സമയത്തൊന്ന് ചുരുങ്ങല്ലോ. അതേമാതിരി നമ്മൾ ബാക്കിയുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും തട്ടിക്കുട്ടണമെന്ന്, അതാണല്ലേ. ശരിക്കും ചായ ഒന്നും വേണ്ട, അവിടെ വെളിച്ചല്ലേ. How is it? ടേസ്റ്റ് ഉണ്ടോ? സ്വന്തമായിട്ട് പറയും. ചൂടായി പോയി.